ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഭിലാഷ്. എന്നെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും പറയാം, ഞാനൊരു ആർട്ടിസ്റ്റാണ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്, ഒരു ചെറിയ രീതിക്കൊക്കെ ഡാൻസ് കളിക്കുന്ന ഒരു പേഴ്സണാണ്, പിന്നെ ഒരു ക്രിക്കറ്ററാണ്. പിന്നെ ഈ വർഷം എനിക്കൊരു വലിയൊരു അച്ചീവ്മെൻറ്റ് 2025 ബിഗ് ബോസ് സീസൺ 7 ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു. കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ, എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷോ കഴിഞ്ഞിറങ്ങി ഞാൻ ആ ഷോയായിട്ട് കണ്ടു ഇറങ്ങി. ഇനി ഇതിനെക്കുറിച്ച് വലിയ മറ്റുള്ള എല്ലാവരും പറയുന്നത് പോലെ അതിനകത്തുള്ള ഗെയിം അവിടെ വെച്ച് തീർത്തിട്ട് ഇറങ്ങുക എന്നുള്ളൊരു മൈൻഡ് സെറ്റുമായിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ ഇറങ്ങി കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ റീസെൻ്റായിട്ടാണ് ഞാൻ 1-2 വീഡിയോസ് കാണുന്നത്. അപ്പം ഞാനും ജിഷിനും ഒക്കെ ഔട്ടായപ്പോൾ ഒരു വീഡിയോ ആ സമയത്തെങ്ങാണ്ട് ഇറങ്ങിയതാണ്. പക്ഷേ അത് ഇപ്പോഴാണ് എൻ്റെ മുമ്പിലേക്ക് എത്തിയത്. അപ്പോൾ ഞാനത് കാണാനിടയായി. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. ജിഷിനും അഭിലാഷിനും കുറച്ച് മുമ്പേ ഇറങ്ങേണ്ടതായിരുന്നു, കുറച്ച് നാളും കൂടി നിന്നു. ഗൈസ്, അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന മറ്റൊരാൾ ജിഷിനാണ്. ജിഷിനും ഞാനും ഒക്കെ അവിടെ നിൽക്കേണ്ടതല്ല, കുറച്ചുകൂടെ മുന്നേ ഔട്ടായി പോകേണ്ടതാണ്. ആരാണ് ഈ വിധി നിർണ്ണയിക്കേണ്ടത്? അവിടെയുള്ള, അതായത് എക്സ് കണ്ടസ്റ്റൻസ് ആണോ, അതല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ള കണ്ടസ്റ്റൻസ് ആണോ നമ്മളവിടെ നിൽക്കാൻ അർഹരാണ് അല്ല എന്ന് തീരുമാനിക്കുന്നത്, അതോ ഓഡിയൻസ് ആണോ? ഞാൻ PR കൊടുത്തിട്ട് പോയതല്ല. അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന ഓരോ വോട്ടും, അതായത് ഞാനവിടെ എത്ര ദിവസം നിന്നിട്ടുണ്ട്, നോമിനേഷനിൽ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്, അതിൽ ഓരോ പ്രാവശ്യം ഞാനവിടെ ഇന്നാവുമ്പോൾ എനിക്ക് കിട്ടിയ ഓരോ വോട്ടും സാധാരണക്കാരായ ജനങ്ങളും എന്നെ സ്നേഹിക്കുന്ന ജനങ്ങളുമായിട്ടുള്ളവരാണ്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ അവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ ഔട്ടായി പോയ വ്യക്തി, ഈ സംസാരിച്ച ശരത്ത് എന്ന് പറയുന്ന വ്യക്തി, ആ പുള്ളി ഞാനും ഉള്ള സെയിം നോമിനേഷനിൽ എവിക്ഷനിലാണ് എന്നെ അവിടെ നിർത്തിയിട്ട് ശരത്തിനെ കൊണ്ടുവന്നത്. അപ്പോൾ അതിനർത്ഥം ശരത്തിനേക്കാളും ഒരു വോട്ടെങ്കിലും കൂടുതൽ എനിക്കുണ്ടായത് കൊണ്ടാണ് എന്നാണ്. മനസ്സിലായി? ആ ഒരു വോട്ടും ഞാൻ PR കൊടുത്ത് വാങ്ങിച്ച വോട്ടല്ല, എന്നെ സ്നേഹിച്ചിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള എന്നെ സ്നേഹിക്കുന്ന ജനങ്ങളുടെ വോട്ടാണ്. അപ്പോൾ അതിൽ ഞാൻ 100% വിശ്വസിക്കുകയും ചെയ്യുന്നു. പിന്നെ ഞാനവിടെ നോമിനേഷനിൽ വരാതൊക്കെ ആദ്യത്തെ ഒരു 3 വീക്കൊക്കെ വന്നെന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷം മിക്ക നോമിനേഷനിലും എന്നെ എല്ലാവരും പിടിച്ചിട്ടുണ്ട്. ഇടുന്ന സമയത്തൊക്കെ ഞാനവിടെ ആവുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ക്യാപ്റ്റനായി. മനസ്സിലായി? ഇതൊക്കെ കളിച്ച് നേടിയതാണ്, അല്ലാണ്ട് ചുമ്മാ അവിടെ നിൽക്കുമ്പോൾ അന്ന് ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻസി എന്ന അഭിലാഷിന് കൊടുത്തോ എന്ന് പറഞ്ഞിട്ടല്ലേ. ഇത് കളിച്ച് നേടുന്ന ശരത്തും ക്യാപ്റ്റനായിട്ടുള്ള വ്യക്തിയല്ലേ. ഓക്കെ, അതിനെക്കുറിച്ച് നടക്കുന്നില്ല. എനിക്ക് തന്നൊരു മെസ്സേജ് ഞാൻ കാണിച്ചത്, അതും കൂടെ ഒന്ന് കേട്ട് നോക്കൂ. ശരത്തെ, ഞാൻ 7 സീസൺ കണ്ടിട്ടുള്ള മോനെ. ഇപ്പോഴും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ കുറേ ആൾക്കാർ പറയും ഞാൻ മറ്റതാണ് മറിച്ചതാണ്, ഞാൻ മാറ്റം ഉണ്ടാക്കും മറിച്ചുണ്ടാക്കുമെന്ന്. പക്ഷേ ഈ പറയുന്ന പോലെ അർഹിച്ച ആൾക്കാർ നിൽക്കുന്നില്ല. അപ്പോൾ നീ തന്നെയാണെന്നുണ്ടെങ്കിലും, എടാ മോനെ, ഞാൻ നിൻ്റെ അടുത്ത് വേറെ ഒരു ഇതും പറയത്തില്ല, പക്ഷേ നീയൊക്കെ ഒരു ഇൻസ്പിറേഷനാണ് ഞങ്ങൾക്ക്, ഞങ്ങളെപ്പോലുള്ള സാധാരണപ്പെട്ട മനുഷ്യർക്ക് ഇൻസ്പിറേഷനാണ്. അങ്ങനെയുള്ള ആൾക്കാർ ആരും വരുന്നില്ല. ഒരു ഷോ ആകുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മൾ മറ്റുള്ളവരെ ഇതാക്കണം. ഈ ഷോയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ആരെ കണ്ടുപഠിക്കാനുണ്ട്? ആരെ കണ്ടും പഠിക്കാനില്ല. ഈ ഷോയിൽ നിന്നല്ല, ഇപ്പോൾ ഈ 7 ഷോയിലും ഒരു നല്ലൊരു വ്യക്തി ഒരു സീസൺ വിൻ ചെയ്തിട്ടില്ല. കുറേ ഈ പറയുന്ന പോലെ ഉള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഒരു ജെന്യുവനായിട്ടുള്ള ഒരു വ്യക്തി വരണം ബിഗ് ബോസിൽ. മറ്റുള്ളവർക്കും ഈ പറയുന്ന പോലെ ആവണം. നിങ്ങളൊക്കെ അങ്ങനെയുള്ള കണ്ടസ്റ്റൻ്റ് ആയിരുന്നു, പക്ഷേ എന്തുകൊണ്ടോ നിങ്ങളെപ്പോലെയുള്ളവർ ഈ പറയുന്ന പോലെ കയറിയില്ല. അതാണ് ഈ പറയുന്ന ഏറ്റവും വലിയ പ്രശ്നം. നീ ഒരു അൾട്ടിമേറ്റ് ഈ പറയുന്ന പോലെ, എടാ മോനെ, നിന്നിൽ നിന്നുണ്ടല്ലോ, നിന്നെ ഇപ്പോഴാണ് ഞാൻ ഇതിലൊക്കെ കണ്ടത്. പക്ഷേ ഞാൻ നിന്നിൽ നിന്ന് ഒരുപാട് പഠിച്ചു മോനെ, ഒരുപാട് പഠിച്ച് എനിക്ക് ഒരുപാട് മോട്ടിവേഷൻ കിട്ടിയ ഒരു വ്യക്തിയാണ് നീ. ശരത്ത്, ആ മെസ്സേജ് കേട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഓരോരുത്തരും ലൈഫിൽ ഓരോരോ മോട്ടിവേഷനും അല്ലെങ്കിൽ ഓരോ ലക്ഷ്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ശരത്തിൻ്റെ ലക്ഷ്യങ്ങൾ ശരത്ത് എന്നോട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ ഇനിയുള്ള ലൈഫിലെ ഫ്യൂച്ചർ ഇതൊക്കെ കണ്ടുകൊണ്ടായിരിക്കും. പക്ഷേ എൻ്റെ ലക്ഷ്യം എന്താണെന്ന് പറയാൻ, ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിൽ ഞാൻ വന്നു നിന്ന് എൻ്റെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ, ഞാനൊരു ഡിഫറൻ്റ് ഏബിൾഡ് പേഴ്സണാണ്, ഒരു കാല് വയ്യാത്ത ഒരാളാണ്. അത് ശരത്തിന് അറിയാമെന്ന് തോന്നുന്നുണ്ട്. ഞാനവിടെ വന്നു നിന്ന് എൻ്റെ ഉദ്ദേശവും മോട്ടീവും എന്താണെന്ന് പറഞ്ഞത്, എന്നെപ്പോലെ ആയിരക്കണക്കിന് പേര്, അതല്ലെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് പേരുണ്ട്. അവരുടെ ഉള്ളിലൊരു സ്പാർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് എൻ്റെ വിജയമെന്ന് കാണുന്നത്. ഞാൻ ലാലേട്ടൻ്റെ മുമ്പിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ലാലേട്ടൻ, ഞാൻ ബിഗ് ബോസ് ഹൗസിൽ വന്ന് നിന്നപ്പോൾ ഞാൻ ജയിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. എടുത്തു വെച്ച് നോക്ക്, പറ്റുവാണെന്നുണ്ടെങ്കിൽ, സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ശരത്ത് നോക്ക്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുള്ളതിൻ്റെ കാര്യം വേറൊന്നുമില്ല.
ഇത്രയും പേരുടെ ഇടയിൽ നിന്ന് ഇന്ത്യയിലോ ലോകത്തോ ബിഗ് ബോസ് പോലുള്ളൊരു ഷോയിൽ ആദ്യമായിട്ടാണ് എൻ്റെ കാറ്റഗറിയിൽ നിന്ന് എന്നെപ്പോലുള്ള ഒരാൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ ഞാൻ ജയിച്ചു കഴിഞ്ഞു. ഐ ആം ദി ഫസ്റ്റ് പേഴ്സൺ, മനസ്സിലായില്ലേ? ഡിഫറൻ്റ്ലി ഏബിൾഡ് കാറ്റഗറിയിൽ നിന്ന് വരുന്ന ഫസ്റ്റ് പേഴ്സണാണ് ഇന്ത്യയിൽ തന്നെ, അല്ലെങ്കിൽ ലോകത്തുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് പേഴ്സണാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ 100 1000 മടങ്ങ് ഞാൻ അഭിമാനിക്കുന്നു എൻ്റെ കാര്യത്തിൽ. എന്നെ കണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനതിൽ അഭിമാനിക്കുന്നു. ഇപ്പോഴും പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് പേര് എനിക്ക് വരുന്ന മെസ്സേജ്, പേഴ്സണലി മെസ്സേജ് ആയിക്കോട്ടെ, എല്ലാവരും പറയുന്നത് മോനെ ഒരുപാട് ഇൻസ്പയർഡാണ് പിന്നെ ഞങ്ങൾക്കെല്ലാം ഇൻസ്പയർഡാണ്. ഒരുപാട് വയ്യാത്ത ആളുകൾ, എനിക്ക് ആക്സിഡൻ്റായി 2 കാലും പോയവർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, മോൻ ഇൻസ്പയർഡാണ്, ഒരുപാട് നിങ്ങൾ പ്രചോദനമാണ്. ഇത് മതിയടോ എനിക്ക്. അല്ലാണ്ട് ഈ പറയുന്നത് പോലെ അവിടെ 25ാമത്തെ ദിവസം അല്ലെ 30ാമത്തെ ദിവസം ഔട്ടായിട്ട് പോയിട്ട് 56ാമത്തെ ദിവസം ഔട്ടായി പുറത്തിറങ്ങിയവനെ നോക്കിയിട്ട് നീ ഒട്ടും ടാലൻറ്റഡ് അല്ല, നീ ഒട്ടും അർഹിക്കുന്നില്ല, അവന്മാർ അർഹിക്കുന്നവനില്ല, കുറച്ചുകൂടെ നേരത്തെ. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് മറ്റേ പല്ലി കുത്തി നാറ്റിക്കുക എന്ന് പറയുന്ന സെറ്റപ്പായിട്ട് എനിക്ക് തോന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഈ നാണം കെട്ട ഏർപ്പാടിനെ നിൽക്കുമോ? സ്വന്തമായിട്ട് ഇറങ്ങി നാണം കെട്ടു, പുറത്തിറങ്ങി ഇത്രയും നെഗറ്റീവായിട്ട് ഇറങ്ങിയ വേറെ ഒരു വ്യക്തി, മനസ്സിലായില്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നിനക്കിത് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വിളിച്ച് വേണമെന്നുണ്ടെങ്കിൽ സംസാരിക്കാമായിരുന്നു. ഇത്രയും മീഡിയ, നീ പറഞ്ഞല്ലോ പിന്നെ മീഡിയയുടെ മുമ്പിൽ നിന്നിട്ട് പിന്നെ അവർ രണ്ടുപേരും അർഹതയില്ലാതെ. അപ്പോൾ ആരാണ് ഈ അർഹതയുള്ളവർ? നീയോ? നീ അർഹത ഉണ്ടായിരുന്ന കുറച്ചുകൂടെ ഒക്കെ നിന്ന് പോയേനെ. നിനക്ക് അർഹതയില്ലാന്ന് നീ ഈ പ്രവൃത്തി കൂടെ തന്നെ തെളിയിച്ചു. അതിൽ പങ്കെടുത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഓരോ ഗെയിമേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്റ്റ് ഉള്ള. പക്ഷേ ഇയാൾ എന്നിട്ട് ഞങ്ങൾ ഔട്ടായപ്പോൾ നേരെ എന്ന് മീഡിയയുടെ മുമ്പിൽ പോയി പറയാം. ഒരു കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു. പറയാനാണ് എന്തൊക്കെയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്ത് മീഡിയയുടെ മുമ്പിൽ. എന്നിട്ട് തൊട്ടടുത്ത ദിവസം ഈ മീഡിയയുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് ഒരു കോള്, അഭിലാഷ് സുഖമായിട്ടിരിക്കുന്നവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇതാണോ വ്യക്തിത്വം എന്ന് പറയുന്നത്? അപ്പോൾ ഗെയിം ഞാൻ അവിടെ ഉപേക്ഷിച്ച് വന്നു. ഇവിടെ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഗെയിമല്ല, ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇപ്പോഴത്തെ ഇപ്പോൾ പുറത്ത് കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് അത്രയ്ക്ക് നല്ലതായിട്ട് തോന്നുന്നില്ല. പിന്നെ കുറേ പേര് പറയുന്നു അൺഫെയർ എവിക്ഷൻസ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നിൽക്കട്ടെ, കളിക്കട്ടെ. എന്തായാലും എൻഡ് ഓഫ് ദി ഡേ 5 പേര് അല്ലെങ്കിൽ ഒരാൾക്ക് ടോപ്പ് 5 അല്ലെന്നുണ്ടെങ്കിൽ ടൈറ്റിൽ വിന്നർ ആവാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി എല്ലാവരും ഔട്ടായേ പറ്റുള്ളൂ. അത് ഇച്ചിരി നേരത്തെ ആവുന്നു മാത്രമല്ല. അവർ കുഴപ്പമില്ല, സന്തോഷം, സമാധാനം. നല്ല PR ഒന്നും നോക്കാതെ നന്നായിട്ടുള്ള ഒരാൾക്ക് വോട്ട് കൊടുക്കുക, വിജയിപ്പിക്കുക. അത് ആരാണെന്നുണ്ടെങ്കിലും വിജയിക്കട്ടെ. നിൽക്കുന്നവരെല്ലാം ഡിസേർവിംഗ് ആണ്, ജയിക്കട്ടെ. താങ്ക് യു.